വെൽക്കം ടു മൈ സബ്ട്യൂബ് യൂട്യൂബ് ചാനൽ. ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് മോസ്റ്റ് വ്യൂഡ് വ്യൂവേഴ്സ് ഇൻ യൂട്യൂബ്. ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ വേൾഡ് വൈഡിൽ ഏറ്റവും കൂടുതൽ വ്യൂ ചെയ്തിരിക്കുന്ന യൂട്യൂബ് വീഡിയോസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ 2005 തൊട്ടാണ് യൂട്യൂബ് പ്രാബല്യത്തിൽ നമുക്ക് നിലവിൽ എല്ലാവരും കാണാനായിട്ടൊക്കെ തുടങ്ങിയത്. ആ സമയത്ത് സിംസൺ എന്ന് പറയുന്നൊരു ഫേമസ് വീഡിയോ ഇൻട്രോ ആണ്, ഒരു മൂവി വീഡിയോ ഇൻട്രോ ആണ്. കുട്ടികൾക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണത്. കുട്ടികൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ആ വീഡിയോ ആണ് 2005 തൊട്ട് 2009 വരെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഏറ്റവും ടോപ്പിൽ നിന്ന് ഹൈ ഡിമാൻഡബിൾ യൂട്യൂബ് വീഡിയോ. അതിനുശേഷം കെമിക്കൽ എക്സ്പീരിയൻസിൻ്റെ ഒരു ആൽബം സോങ് ആണ് 2009 വന്നത്. അതാണ് പിന്നെ കുറച്ച് കാലം മുന്നോട്ട് പോയത്. പിന്നെ ലൂവിസ് എന്ന് പറഞ്ഞിട്ടുള്ള പോപ്പ് സോങ് ഒരു 2010 ടൈം തൊട്ടാണ് നമുക്ക് പോപ്പ് സിംഗേഴ്സ് കൂടുതൽ ആൽബം സോങ്സ് കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ വരികയും അങ്ങനെ കുറച്ച് ഡിമാൻഡബിൾ ടൈം എന്ന് പറയുന്നത് 2009 തൊട്ടുള്ള ഒരു 2010, 2011 ടൈമിലാണ് പോപ്പ് സിംഗേഴ്സ് കൂടുതൽ വരുന്നത്. ജസ്റ്റിൻ ബീബറൊക്കെ ആ ടൈമിലാണ് വരുന്നത്. പക്ഷേ ജസ്റ്റിൻ ബീബറിനൊന്നും ടോപ്പ് ലെവലിൽ നമുക്ക് എത്താനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. യൂട്യൂബേഴ്സ് ഏറ്റവും കൂടുതൽ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടുള്ള വർഷങ്ങളിലൊന്നും ആ വീഡിയോസൊന്നും വന്നിട്ടില്ല. ലേഡി ഗാഗയാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത്. അത് 2019-11 ടൈമിലാണ് ആൾ വന്നത്. പക്ഷെ ആ ടൈമിൽ ആ പീക്ക് ലെവലിൽ പെട്ടെന്നൊരു PSA ഗംഗ്നം സ്റ്റൈൽ എന്ന് പറഞ്ഞ ഒറ്റ വീഡിയോ കൊണ്ട് കുറേ കാലത്തേക്ക് അത്ര കാലം ഉണ്ടായിരുന്ന യൂട്യൂബ് വീഡിയോസിൻ്റെ വ്യൂവർഷിപ്പിൻ്റെ ഡബിൾ ഇരട്ടി പവറിലാണ് അങ്ങനെ ഒറ്റ വീഡിയോ വന്നത്. ആ വീഡിയോ ഒരു 5 വർഷത്തോളം തന്നെ ഒരു സസ്റ്റെയിൻ ചെയ്തു പോകാനായിട്ട് പറ്റി. ആ വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ മോസ്റ്റ് ആൾക്കാർ കണ്ടിട്ടുള്ളത്. ആ സമയത്താണ് എല്ലാവരും യൂട്യൂബേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതും കണ്ടൻറ്റുകൾ ഇടാനൊക്കെ തുടങ്ങി. ആ സമയത്തൊക്കെയും കണ്ടൻറ്റുകൾ എന്ന് പറയുന്നത് ഇങ്ങനെ വ്ളോഗിങ് കണ്ടൻറ്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ് 2011 തൊട്ട് 2012, 13, 14 അങ്ങനെയുള്ള ടൈമിൽ. ആ ടൈമിൽ PSA ഗംഗ്നം സ്റ്റൈൽ എന്ന് പറയുന്നിട്ടുള്ള അത് കൂടുതൽ കുട്ടികളാണ് അത് ഏറ്റെടുത്തതും. ബ്ലോഗേഴ്സും മറ്റുള്ള എല്ലാ ഫാമിലി ഓറിയൻറ്റഡ് എല്ലാ ആൾക്കാരും പൊതുവെ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ആണ് അതിൽ ഏറ്റവും പീക്ക് ലെവലിൽ നിന്നിട്ടുള്ള ഒരു വീഡിയോ. അതിനെ ബ്രേക്ക് ചെയ്ത് സത്യം പറഞ്ഞാൽ ഇതുവരെയും ഒരു വീഡിയോ അത്രയും ഒരു ഓളം സൃഷ്ടിച്ചിട്ടില്ല. കാരണം 5 വർഷത്തോളം ആ വീഡിയോ സസ്റ്റെയിൻ ചെയ്തു പോയി എന്നുള്ളതാണ്. ഈ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും PSA ഗംഗ്നം സ്റ്റൈൽ വന്നതിന് ശേഷം അതിൻ്റെ സെക്കൻഡ് നിൽക്കുന്ന വീഡിയോ പോലും അതിൻ്റെ ഹാഫ് പോപ്പുലാരിറ്റി പോലും കിട്ടിയിട്ടില്ല. അത്രയും കുറവായിരുന്നു അതിൻ്റെ തൊട്ട് താഴെ നിന്നിരുന്ന വീഡിയോ പോലും. ഇത് ഒരു 4-5 വർഷത്തേക്ക് അത് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും സാധിച്ചു. അതിനെ ബ്രേക്ക് ചെയ്ത് മറ്റൊരു വീഡിയോ വന്നിട്ടില്ല. ആ സമയത്തൊക്കെയാണ് എല്ലാവരും യൂട്യൂബിനെ പറ്റി കൂടുതൽ അറിയുന്നത്. ഇതിലിങ്ങനെ വീഡിയോ ഇട്ടാൽ ഇതുപോലെ റീച്ച് കിട്ടും എന്നുള്ളതൊക്കെ എല്ലാവരിലേക്ക് യൂട്യൂബ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ എത്തിയത് PSA ഗംഗ്നം സ്റ്റൈലിൻ്റെ വീഡിയോ കൊണ്ടാണ് അത്രയും ട്രെൻഡിങ്ങിൽ വന്നത്. നമുക്ക് ഈ ഗ്രാഫ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിനുശേഷം ഒരു ആൽബം സോങ് ആണ് അതിനെ ബ്രേക്ക് ചെയ്ത് വന്നത്. ഈ വീഡിയോ കുറേ കാലം ഓടി. പോപ്പുലാരിറ്റിയിൽ ഏറ്റവും ടോപ്പിലാണ്. ഇപ്പോൾ എവിടെ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ വീഡിയോ തന്നെ കാണാൻ പറ്റും. PSA ഗംഗ്നം സ്റ്റൈലിൻ്റെ വീഡിയോ ആണ് ഏറ്റവും പോപ്പുലാരിറ്റി കിട്ടിയിരിക്കുന്ന വീഡിയോ. അതിനുശേഷം 2019 ടൈമിലാണ് അതിനെ ബ്രേക്ക് ചെയ്തിട്ട് മറ്റൊരു വീഡിയോ വന്നിട്ടുള്ളത്. 2018 ലൂയിസ് ഫോറസിൻ്റെ വീഡിയോ ലോഞ്ച് ചെയ്തത്. അതാണ് PSA ഗംഗ്നം സ്റ്റൈലിലെ ബ്രേക്ക് ചെയ്തത്. പെട്ടെന്ന് തന്നെ അത് ഹയർ ലെവലിലേക്ക് എത്തിയൊരു വീഡിയോ ആണ്.
എന്നാൽ 2020 ആയപ്പോഴേക്കും അതിനെയെല്ലാം ബ്രേക്ക് ചെയ്തിട്ട് ബേബി ഷാർക്കിൻ്റെ വീഡിയോ ആണ് ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തുന്നത്. അപ്പോഴേക്കും കുട്ടികളിൽ ഈ ഫോണുകളും അതേപോലെ കുട്ടികളിൽ യൂട്യൂബ് വീഡിയോസും ട്രെൻഡിങ് ആയ സമയമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്യുന്നത് റിപ്പീറ്റ് വാച്ചബിളും എല്ലാ ഓഡിയൻസിലേക്ക് ഒരേപോലെ എത്തിയതുമായിട്ടുള്ളൊരു വീഡിയോ ആണ് ബേബി ഷാർക്കിൻ്റെ വീഡിയോ. അതാണ് ഇവിടെ ഏറ്റവും ടോപ്പിൽ 2020 ഏറ്റവും ടോപ്പിലെത്തിയത്. ഇത് 2020 തൊട്ട് ആ ഒരു വർഷം മാത്രമല്ല, 2020 തൊട്ട് 2021, 22, 23, 24, 25, അതായത് ഇപ്പോൾ അപ് ടു ഡേറ്റ് വരെ ഈ വീഡിയോ തന്നെയാണ് ഏറ്റവും പോപ്പുലാരിറ്റി ഉള്ള വീഡിയോ. അത് ഭയങ്കരമായിട്ട് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. അതിന് സെക്കൻഡ് നിൽക്കുന്ന വീഡിയോ പോലും കുറേ താഴെയാണ്. അപ്പോൾ അതിൻ്റെ മീനിങ്സ് എന്ന് പറഞ്ഞാൽ കുട്ടികളാണ് ഇപ്പോൾ യൂട്യൂബ് ഏറ്റെടുത്തിരിക്കുന്ന കുട്ടികളാണ് യൂട്യൂബ് കൂടുതൽ ടൈം വാച്ച് ചെയ്യുന്നത്. അവർ വാച്ച് ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ റിപ്പീറ്റ് വാല്യൂ വളരെ കൂടുതലാണ് കുട്ടികളിൽ വാച്ച് ചെയ്യുന്ന വീഡിയോസിന്. വീണ്ടും വീണ്ടും വാച്ച്, അവരൊരു 1000 പ്രാവശ്യം കണ്ടാലും പിന്നെയും അത് കാണാനുള്ള ടെൻഡൻസി അവർക്കുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ടാണ് അങ്ങനത്തെ വീഡിയോസ് കൂടുതൽ വൈറലാകുന്നത്. കേരളത്തിലാണെങ്കിൽ M4 Tech, KL ബ്രോയുടെയൊക്കെ വീഡിയോസ് എല്ലാവരും ഫാമിലിയായിട്ടും കുട്ടികളും കൂടുതൽ കാണുന്ന വീഡിയോസാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് കൂടുതൽ പോപ്പുലാരിറ്റി, കൂടുതൽ ഇൻകമും കിട്ടുന്നത്. ഓക്കെ, അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും